സുമനെയും സാഹിലിനെയും കാണാതാവുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ അവരെ കണ്ടെത്താണ്. ആ ഒരു കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് SI ജയപ്രകാശ് ആണ്. ഈ ഒരു ചെറിയ കുട്ടികളോട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടികളുടെ അച്ഛനും അമ്മയും ഈ ഒരു വയസ്സാവുമ്പോൾ മരിച്ചു പോകുന്നു പറയുമ്പോൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുട്ടികളായിരുന്നു അത്. അതെല്ലാം അച്ഛൻ സ്വപ്നം കാണുന്നുണ്ട്. അച്ഛനായിട്ടുള്ള അശോക് ഇപ്പൊ ആ ഒരു കുട്ടികളുടെ മുറി തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അമ്മയായിട്ടുള്ള മോനക്ക് ഇത് തീരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തന്റെ കുട്ടികൾ മരിച്ചിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അശോകിനോട് അവൾ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ വന്ന് കിടന്ന എന്റെ മക്കൾ വരുമ്പോ അവരവിടെ കിടക്കും, പോയി നിങ്ങളുടെ റൂമിൽ കിടക്കാനൊക്കെ. എന്നിട്ട് അവള് കുട്ടികൾ മരിച്ചിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ, എന്നിട്ട് പോലും സ്കൂളിലേക്ക് പോവാണ്. അവളൊരു സ്കൂൾ ടീച്ചറാണ്. അശോക് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഇപ്പൊ ആ കുട്ടികളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കാറ് കണ്ടെത്തുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് 4 പേരുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതില് 2 കുട്ടികളുടെയും 2 പേരായിരിക്കണം അപ്പൊ ക്ലെയിം ചെയ്തവര് എന്നവര് സംശയിക്കുന്നുണ്ട്. അത് മാത്രല്ല ബാക്ക് സീറ്റിൽ നിന്നാണ് കുട്ടികളുടെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് സീറ്റിൽ അവരുടെ ബ്ലഡ് സാമ്പിൾസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ബാക്കിലും അവര് ഫ്രണ്ടിലും ആയിരിക്കണം ഇരുന്നിട്ടുണ്ടാവുക. പിന്നെ ആ വണ്ടിയിൽ നിന്ന് കിട്ടിയ ഒരു മുഖ്യമായ തെളിവായിരുന്നു കുട്ടികളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു മൂർച്ചയേറിയ വാള്. അത് മാത്രമാണ് ഇപ്പൊ അവർക്ക് ലഭിച്ചേക്കുന്ന ഏറ്റവും വലിയ തെളിവ്. അതില് മോഹൻലാൽ സോദ ചൂരൻ വാല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാള് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വാളിനെ ചുറ്റിപ്പറ്റി അവൻ അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. SI നിന്ന് ഈ ഒരു കേസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് DYSP തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ JP ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരനും 48 മണിക്കൂർ കൂടി സമയം അവനക്ക് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ അല്ലാണ്ട് പിടിക്കണം എന്ന് പറയാണ്. ബാബുവിനെയും രാജുവിനെയാണ് കാണിക്കുന്നത്. അവര് ഒരു കുട്ടിയെ ബോംബെയിൽ വെച്ച് കൊന്നിട്ടാണ് ഇപ്പൊ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയെ കൊന്നിട്ട് പോലും ബാബുവിന് വലിയ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഫുഡ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാജുവിന് ഇത് കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കുട്ടിയെയാണ് നീ കൊന്നിരിക്കുന്നത്, നിനക്ക് എന്നിട്ട് ഒരു കുറ്റബോധം തോന്നില്ലേ എന്ന് ചോദിച്ച് രാജു ബാബുവിനെ ചീത്ത പറയാണ്. അതുകൊണ്ട് തന്നെ ബാബുവിനും സങ്കടം വരുന്നുണ്ട്. അവൻ പറയുന്നത് എന്താന്ന് വെച്ചാല് അവന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. ഒരു തീപിടുത്തത്തിലാണ് അവൻക്ക് അവന്റെ അമ്മയെയും നഷ്ടപ്പെട്ടത്. ആ ഒരു തീപിടുത്തത്തില് അവന്റെ കയ്യിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പാരന്റ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നും പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ കരയാനായിട്ട് തുടങ്ങാണ്. രാജു ഒരു അലിവുള്ളവനായതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ കരയുന്നത് കണ്ട് അലിവ് തോന്നി അവനോട് ക്ഷമിച്ചു കൊടുക്കാണ്. രാജുവിന്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് അവൻ ജോലി ചെയ്യുന്നതെന്ന് രാജു പറയുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് പോകാനായിട്ടാണ് ഇപ്പൊ ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയായിട്ടുള്ള മോന അവളുടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവള് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്കൂളിൽ തന്നെയാണ് സാഹിലും സുമനും പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടുത്തെ ടീച്ചർമാരും കുട്ടികളെല്ലാവരും അവൾ ഒരുമാതിരി നോക്കാണ്. കാരണം കുട്ടികൾ മരിച്ച ഉടനെ തന്നെയാണല്ലോ അവള് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു ടീച്ചർ അവളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. സുമനും സാഹിലിനും കുഴപ്പമൊന്നുമില്ല, അവര് വീട്ടിലുണ്ടല്ലോ. സുമൻ ഇന്ന് 7 മണിക്ക് റേഡിയോയിൽ പാടുന്നുണ്ട്, ഉറപ്പായും കേൾക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. സുമന്റെ സാഹിലിന്റെ അച്ഛൻ അശോക് ഈ കേസിനെ പറ്റി കുറച്ചുകൂടി എന്തോ റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടി ആർക്കോ പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടർ ആയിട്ടുള്ള നാസർ എന്തെങ്കിലും വിവരം കിട്ടാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവളുടെ കാമുകൻ JP അവളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. കാരണം അവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവളെ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. അവൻ ആ ഒരു വാള് നിർമ്മിച്ചിരിക്കുന്ന കടയിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് നിർമ്മിച്ച മോഹൻലാൽ ചൂരൻ വാല എന്ന് പറഞ്ഞ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മകൻ മാത്രമാണ് ആ ഒരു ചൂരൻ വാല ഫാമിലിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവന്റെ പേര് ബല്ലു എന്നായിരുന്നു. പക്ഷെ അവനക്ക് ആണുങ്ങളോടാണ് താല്പര്യം. അതറിഞ്ഞ ഗ്രാമത്തിലുള്ളവർ അവനെ അടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയേക്കാണ്. അപ്പൊ അവൻ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. രാജുവും ബാബുവും കൂടി ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. 5 സ്റ്റാർ എന്ന് പറഞ്ഞത് തന്നെ ആ ഒരു ഹോട്ടലിന്റെ പേരായിരുന്നു. ലോക്കൽ ഹോട്ടലായിരുന്നു അത്. അവിടെ ആണ് പെണ്ണിന്റെ വേഷം ധരിച്ച് പാട്ടുപാടലായിരുന്നു. രാജുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പ്യാരിയുടെ വർക്ക് എന്ന് പറഞ്ഞാല് അതിലൊരാള് പ്യാരിനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിന്റെ ഫ്രണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യാലേ എന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ബാബു ചിരിക്കുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പ്യാരിനായിട്ട് അവര് സംസാരിക്കുകയാണ്. പ്യാരിയുടെ വീട്ടിലേക്ക് അവര് 2 പേരും കൂടി പോകാമെന്ന് കരുതുന്നുണ്ട്. പ്യാരി ഒരു സെക്സ് വർക്കർ ആണെന്ന് പറഞ്ഞിട്ടാണ് ബാബു അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇപ്പൊ അവിടെ വെച്ച് അവനെ ശല്യം ചെയ്ത ആ ഒരാള് വീണ്ടും അവനോട് വന്ന് മോശമായിട്ട് പെരുമാറാനായിട്ട് നോക്കുമ്പോ ബാബു അവനെ തള്ളിയുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും അവനിട്ട് കൊടുത്തതിന്റെ സന്തോഷം പ്യാരിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. സുമന്റെ സാഹിലിന്റെ ഈ ഒരു കേസിൽ റിപ്പോർട്ടർ ആയിട്ടുള്ള നാസർ പ്രത്യേകിച്ച് തുമ്പുകളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ അവളുടെ സീനിയർ ആ ഒരു ആർട്ടിക്കിൾ മാറ്റി വേറെ വിഷയം എഴുതാനായിട്ട് പറയാണ്. അവൾ ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ടെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നാ മാത്രമേ ആ ആർട്ടിക്കിൾ എഴുതിയാൽ മതി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഇനി കണ്ടുപിടിച്ചേ പറ്റൂ. JP വീട്ടിൽ വരുന്ന സമയത്ത് അച്ഛന്റെ പെങ്ങളും മകളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഈ പെങ്ങളുടെ മകളെ ഡൽഹിയിൽ വിട്ട് പഠിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ ഒരു ആർമിക്കാരന്റെ മക്കൾക്ക് പോലും ഇങ്ങനെ
പറ്റിയതുകൊണ്ട് അവർക്ക് ഇനി അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ജെപിയുടെ അച്ഛൻ 20 വർഷം ഒരു കോൺസ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ആളിപ്പോ ബാക്കിയുള്ള ഓഫീസേഴ്സിന് എല്ലാവർക്കും ഫുഡും വെച്ച് വിലയും കളഞ്ഞ് നടക്കുന്നത് ജെപിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അച്ഛനോട് ഇനി മുതൽ എന്റെ വില കളയല്ലേ, ഇങ്ങനെ ഫുഡ് വെച്ച് നടക്കുന്നോണ്ട് എനിക്ക് ഒരു വില കിട്ടുന്നില്ല, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അച്ഛനും വലിയ സങ്കടാവുന്നുണ്ട്. ഇപ്പൊ പ്യാരിയുടെ വീട്ടിൽ വന്നതിന് ശേഷം രാജുവും ബാബുവും അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് രാജുക്ക് ഒരു കുഴപ്പമുണ്ട്, അവൻ കാണത്തം കുറച്ച് കുറവായിരുന്നു, കുറച്ചല്ല ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ബാബു അറിയുന്നത്. ബാബു നന്നായി തന്നെ അതുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അവനക്ക് ഇതിലൊരു ഡൗട്ട് ആദ്യമേ ഉണ്ടായിരുന്നു. ഈ പ്യാരിയും രാജുവും ഒരേ ഗ്രാമത്തിലുള്ളവരായിരുന്നു. അവര് ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. പ്യാരി ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ ഒരാൾ ശല്യം ചെയ്തിരുന്നല്ലോ നേരത്തെ ബാറിൽ വെച്ചിട്ട്, പല്ലു. അവൻ കാരണമാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മോശമായിട്ട് കാണുന്നത്. അവനോട് എപ്പോഴെങ്കിലും എനിക്ക് പ്രതികാരം ചെയ്യണമെന്നും വലിയ പൈസക്കാരനാണ്, വെള്ളക്കാരെ പറ്റിച്ച് അവന്റെ അച്ഛൻ ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം പ്യാരി പറഞ്ഞത് ബാബു ശ്രദ്ധിക്കുന്നുണ്ട്. അവനക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയത് ബല്ലുവിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമാണ്. പ്യാരിനെയും കൂട്ടിക്കണ്ട ആ ഒരു ബല്ലുവിന്റെ വീട്ടിലേക്ക് രാജുവും ബാബുവും കൂടി പോകും. ബല്ലുവിനെ കണ്ടിട്ട് അവര് പറയാണ്, നിനക്ക് ഇവനെ പ്യാരിനെ അല്ല വേണ്ടേ, ഒരു കാര്യം ചെയ്യ്, 1000 രൂപ തന്നാ മതി ഇവനെ നീ എടുത്തോളാനായിട്ട്. എന്നാൽ 3 പേർക്കും കൂടി ഞാൻ 1000 രൂപ തരാന്നും പറഞ്ഞ് അയാൾ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോ രാജുവും ബാബുവും കൂടി അയാൾ ഒരുപാട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് ഇത് ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്യാരി അവിടെ നിന്ന് ഓടിപ്പോകാണ്. ബല്ലുവിനെ കെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിലും അവരുടെ പ്രത്യേകിച്ച് അവർക്കൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകെ അവർക്ക് കിട്ടിയത് 2 വാള് മാത്രമാണ്. ആ ഒരു വാള് അറിയാലോ, ആ ചൂരൻ വാല എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു വാളായിരുന്നു അത് മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് അവര് പോകാണ്. പോകുന്ന വഴിക്ക് പ്യാരി ഓടി രക്ഷപ്പെട്ടത് അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അവനക്ക് വേണ്ടി നമ്മ ഇവിടെ വന്നിട്ട് അവൻ നമ്മളെ ചതിച്ചിട്ട് പോയി എന്ന് അവര് പറയുന്നുമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പച്ച കളർ കാറും മോഷ്ടിച്ചിട്ടാണ് അവര് പോകുന്നത്. ഇപ്പൊ ആ ഒരു ഫോറൻസിക് ഡോക്ടറെ കാണാനായിട്ട് ജെപി വരുന്നുണ്ട്. അയാൾ ജെപിയെ വിളിച്ചു വരുത്തിയതായിരുന്നു. കാരണം ഈ ഉപദ്രവിച്ച ആൾക്കാരുടെ ഒരുപാട് ബ്ലഡ്സ് കാറിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികള് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവണം, അവർക്ക് വലിയ വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവണം. അവർ ആശുപത്രി പോവാതിരിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ആ ഒരു ഡേറ്റില് മുറിവുകളോടുകൂടി ആശുപത്രിയിൽ വന്ന ആൾക്കാരെ അന്വേഷിച്ചാല് ഈ ആൾക്കാരെ പിടിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനും അതിനെ അന്വേഷിക്കുകയാണ്. നാസർ ഇപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് ഒരു സിംഗ് പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്. അയാൾ ആദ്യം അത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവള് സൂത്രത്തില് എല്ലാം അറിയാണ്. ഈ ഒരു മർഡറിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നവര് പോലീസുകാരെ അറിയിക്കണമെന്ന് പോലീസുകാർ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് ഫേക്ക് കോൾസ് അവർക്ക് വരുന്നുണ്ട്. കൂട്ടത്തില് ചിലവര് പറയുന്നുണ്ട് കുട്ടികൾ കാറിനുള്ളിൽ പോകുന്നതായിട്ട് കണ്ടു, ട്രെയിനിനുള്ളിൽ കണ്ടു, അങ്ങനെയൊക്കെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നാസർ കളക്ട് ചെയ്യാണ്. ജെപിയും ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്ന സമയത്താണ് അങ്ങനെ 2 പേര് ഒരുപാട് മുറിവുകളോടുകൂടി ആശുപത്രിയിൽ വന്നിരുന്നു എന്നെല്ലാം അവർക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം അവർ അതൊരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ തല്ല് പിടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർക്ക് എന്തോ സംശയം തോന്നാണ്. അവനപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരൻ ഈ കേസ് അത്ര ഇമ്പോർട്ടന്റ് ആയി എടുക്കാതെ അവര് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ജെപി അന്ന് അശോകിനെയും കൊണ്ട് സാഹിലിന്റെയും സുമന്റെയും ബോഡി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വന്നിരുന്നല്ലോ. ആ ഒരു ടൈമിൽ തന്നെ അവർ ആ ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത്ര. ഇത്രയും ഉത്തരവാദിത്തമില്ലാണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരനാണ് മറ്റേ ആളെന്ന് ജെപിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിലേക്ക് വന്ന ആൾക്കാരും ഡീറ്റെയിൽസും ആ ഒരു പോലീസുകാരൻ എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് ജെപി അവന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ജെപി ഇപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച് പ്യാരിയുടെ ആ ഒരു വീട്ടിൽ വന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം അവര് കൊടുത്തിരുന്ന അഡ്രസ്സ് പ്യാരിയുടെ വീട്ടിലായിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് ഇവർ ആ ഒരു മർഡറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാള് മാത്രമാണ് കാറിൽ നിന്ന് കിട്ടിയത്. മറ്റേ വാള് ആ ഒരു വീട്ടിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടിയെ ആൺകുട്ടിയെയും ഒരു കാറിൽ കണ്ടു എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ പോയി നാസർ കാണുന്നുണ്ട്. അയാൾ അന്ന് കണ്ട കാഴ്ച അവളോട് പറയാണ്. ഇയാൾ പാല് വിൽക്കാനായിട്ട് പോകുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി ചോരയിൽ കുളിച്ചോണ്ട് രക്ഷിക്കാൻ പറഞ്ഞ് ഒച്ചയെടുക്കുന്നത് ആ ഒരു ആൾക്കാരൻ കാണുന്നത്. ആ വണ്ടിയുടെ പിന്നാലെ അയാൾ പോകുന്നുണ്ടെങ്കിലും ആ വണ്ടി ഇയാളെ തട്ടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോവാണ് ചെയ്തത്. ആ മക്കളുടെ മുഖം ഇപ്പോഴും താൻ മറക്കില്ല എന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റില് അയാളുടെ കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരിത് ഫേക്ക് കോൾ ആണെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തില്ലായിരുന്നു. ജെപി ഇപ്പോ ഹോസ്പിറ്റലിൽ പോയപ്പോ അവരുടെ സ്കെച്ച് വരച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കെച്ചും വെച്ച് അവർക്ക് കിട്ടിയ അഡ്രസ്സിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു വീടിന്റെ ഓണറോട് പോയിട്ട് ഈ 2 ഫോട്ടോ കാട്ടി കൊടുക്കുമ്പോ ആ ഓണറിന് ഈ 2 പേരെ അറിയില്ല. അതായത് പ്യാരിയുടെ പേരായിരുന്നു അവര് 2 പേരും അവരുടെ പേരാണെന്നും പറഞ്ഞിരുന്നത്. പേരും ഡീറ്റെയിൽസ് എല്ലാതും പ്യാരിയുടെ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഹൗസ് ഓണർ പറയുന്നുണ്ട് ഇതല്ല പ്യാരിന്ന്. അങ്ങനെ ആ ഒരു പ്യാരിയുടെ സ്കെച്ച് ആ ഹൗസ് ഓണറുടെ സഹായത്തോടു കൂടി ജെപി വരച്ചുണ്ടാക്കുന്നുണ്ട്. ആ
ഹൗസ് ഓണർക്ക് പ്യാരി ഒരു ബാറിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് അറിയാമായിരുന്നു. നാസർ ഇപ്പൊ അവൾക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം പത്രത്തിൽ അടിക്കുന്നുണ്ട്. അതിൽ പോലീസുകാരെ കുറിച്ച് നെഗറ്റീവായിട്ട് എഴുതിയിരിക്കുന്നതെല്ലാം ജെപി കാണുന്നുണ്ട്. അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഉള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒട്ടാകെ അപമാനിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നല്ല ദേഷ്യമാണ് അവനക്ക് വരുന്നത്. ബല്ലു എന്ന് പറഞ്ഞ ആ ഒരാളുണ്ടല്ലോ, അവൻ ആണുങ്ങളോടാണ് താല്പര്യം എന്ന് ആദ്യമേ പറഞ്ഞില്ലേ. അവനക്ക് ധനിറാം എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു. അയാളെ പോയിട്ട് ജെപി കാണുന്നുണ്ട്. അയാളുടെ സഹായത്തോടു കൂടി ബല്ലുവിന്റെ വീട് കണ്ടുപിടിക്കുകയാണ്. ബല്ലുവിന്റെ വീട്ടിൽ കയറി അന്വേഷിക്കുമ്പോൾ അവിടെ വല്ലാതെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അടച്ചിട്ട ഒരു കബോർഡിന്റെ ഉള്ളിൽ നിന്ന് ബല്ലുവിന്റെ ബോഡി അവനക്ക് കിട്ടുന്നുണ്ട്. ചീഞ്ഞളിഞ്ഞ ഒരു ബോഡി ആയിരുന്നു അത്. അവിടെ വെച്ചിട്ട് ജെപിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വാൾ അവിടെ നിന്ന് തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന്. ഇപ്പൊ കുറച്ചു ദിവസം മുന്നുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. രാജുവും ബാബുവും പ്യാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെല്ലാം. അവരൊരു കൂസലും ഇല്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നാണ്. പക്ഷെ പ്യാരി നമ്മളെ ചതിച്ചു, അതിന് പ്രതികാരം വീട്ടണം എന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. അവൻ ജോലി ചെയ്യുന്ന ബാറിൽ പോയി അവിടുത്തെ ഓണറോട് പോലീസുകാരാണെന്ന് നുണയും പറഞ്ഞ് പ്യാരിയുടെ വായം കെട്ടി അവരെങ്ങോട്ടോ ആ ഒരു പച്ചക്കാറിൽ കൊണ്ടുപോകുന്നുണ്ട്. ഫോറൻസിക് ഡോക്ടർ അത് പരിശോധിച്ചിട്ട് അയാൾ ജീവനോടെ തന്നെയാണ് ആ ഒരു കബോർഡിൽ ആക്കി വെച്ചതെന്നും ഓക്സിജൻ കിട്ടാതെ അയാൾ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും പറയുന്നുണ്ട്. 4 ദിവസമായിരുന്നു അയാൾ മരിച്ചിട്ട്. അതുകൊണ്ടാണ് ആ ഒരു ബോഡി ഇത്രക്കും ചീഞ്ഞളിഞ്ഞത്. ആ ഒരു ഡോക്ടർ അടുത്തേക്ക് വന്ന നാസറിനെയും ജെപി കാണുന്നുണ്ട്. ജെപിക്ക് ഓൾറെഡി അവളോട് ദേഷ്യമായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് നീ എന്റെ പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ട് ഇനി നീ എന്റെ പിന്നാലെ വരണ്ടാന്ന് അവള് ഭയങ്കര കുറച്ച് കാണുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യാണ്. അവരുടെ ബന്ധത്തിന് ഇത് ഏൽക്കുന്നുണ്ട്. അവൾ അപ്പോഴും പറയുന്നുണ്ട് പേഴ്സണൽ കാര്യവും പ്രൊഫഷണൽ കാര്യവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കരുതെന്ന്. ആ ഒരു സമയത്ത് ജെപിക്ക് ഒരു കോള് വരുന്നുണ്ട്. തന്റെ അച്ഛൻ വീണിട്ട് കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജെപി ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അച്ഛനോട് റെസ്റ്റ് എടുക്കാനും മധുരവും ചിക്കനും മട്ടനും ഒന്നും കഴിക്കരുതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ജെപി അച്ഛനോട് വലിയ ദേഷ്യത്തിലായിരുന്നു. ഒന്ന് വെറുതെ ഇരിക്കാനായിട്ട് അവൻ കെഞ്ചുന്നുണ്ട്. എന്നാ അച്ഛൻ എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്, നീ അത് മനസ്സിലാക്കി പെരുമാറ് എന്നെല്ലാം പറഞ്ഞ് ജെപിയെ ചീത്ത പറയാണ്. ജെപിക്ക് ഒരു കോള് വരുന്നുണ്ട്. പ്യാരി ജോലി ചെയ്തിരുന്ന ബാറ് പോലീസുകാരെ കണ്ടെത്തിയിരുന്നു. അവിടെ പോയി അന്വേഷിക്കുമ്പോഴാണ് പോലീസുകാർ തന്നെ വന്നിട്ടാണ് പ്യാരിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ആ ഓണർ പറയുന്നത്. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും പ്യാരിയെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ആ ഒരു സ്കെച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ പ്യാരിയെ കൊണ്ടുപോയത് രാജുവും ബാബു ആണെന്ന് ജെപിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ 3 ദിവസം മുന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. പ്യാരിയെയും കൂട്ടിക്കൊണ്ട് അവരൊരു കാട്ടിലേക്കാണ് വരുന്നത്. പ്യാരിയോട് പ്രതികാരം ചെയ്യണമായിരുന്നല്ലോ അവർക്ക്. കൊല്ലാനായിട്ട് ബാബു രാജുവിനോട് പറയുന്നുണ്ട്. എന്നാ കൊല്ലണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാമെന്നാണ് രാജു പറയുന്നത്. അങ്ങനെ അവിടെ 2 ലവേഴ്സ് മാറി നിന്ന് സംസാരിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അതിൽ ആ ഒരു പയ്യൻ ഐസ്ക്രീം വാങ്ങാൻ പോയതും ആ പെണ്ണിനെ കൊണ്ടുവന്ന് പ്യാരിയോട് ആ പെണ്ണിനെ കൊന്നു കളയാനായിട്ട് ബാബു ആവശ്യപ്പെടാണ്. കാരണം പ്യാരിക്ക് വേണ്ടിയാണല്ലോ അവരൊരാളെ കൊന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നീ ഇവളെ കൊല്ലാൻ പറയുന്നു. എന്നാൽ പ്യാരി കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. രാജുവിന് ഇപ്പൊ പേടിയെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനക്ക് ഇതൊക്കെ ഇപ്പൊ ആകാംക്ഷയായി മാറാണ്. ഞാൻ കൊന്നാ മതിയോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനും കൊല്ലാൻ പറയാണ്. പക്ഷെ പ്യാരി ആ ഒരു വാൾ അവനക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ ഒരു കാമുകൻ ഒരു പോലീസിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. പേടിച്ചു പോയ അവരും അവിടെ നിന്ന് ഓടിപ്പോകാണ്. അങ്ങനെ പ്യാരിയെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്യാരിക്കും ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് സേഫ് എന്ന് തോന്നിയിരിക്കുന്നത്. കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് തന്നെ കൊല്ലുമെന്ന് പ്യാരിക്ക് അറിയാമായിരുന്നു. സ്കൂളിൽ ഇപ്പോ മോന സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. കുട്ടികൾ പോലും അവൾക്ക് പ്രാന്താണെന്ന് പറയാനായിട്ട് തുടങ്ങാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ വന്ന് മോനയോട് ഓർഡർ ചെയ്യാണ്, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, ഇനി മുതൽ സ്കൂളിലേക്ക് വരണ്ടാന്ന്. മോനയും ആ ഒരു വിഷമത്തിൽ നടന്നു പോകുമ്പോൾ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാറിൽ വന്ന 2 പേര് ലിഫ്റ്റ് വേണോന്ന് ചോദിക്കാണ്. ദേഷ്യത്തിൽ അവൾ ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര വിപ്ലവായ സാഹിൽ സുമൻ കേസിന്റെ ആ ഒരു മക്കളുടെ അമ്മയാണ് ഇതെന്ന് പറഞ്ഞ് അവര് ക്ഷമിച്ചു കൊടുക്കാണ്. അശോകൻ ഇപ്പോ തന്റെ മക്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതില് സുമൻ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നവന് ആകെ തകർന്നു പോകാണ്. അത് സുമനെ ആ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെപി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പ്യാരിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവൻക്ക് ഈ ഒരു സ്കെച്ച് കാട്ടിക്കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാണ്. ബാബുവിനെ കുറിച്ച് പ്യാരിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ രാജുവിന്റെ കൂടെ അവൻ കളിച്ച് വളർന്നതാണ്. രാജുവിന് ഒരു ചേച്ചി മാത്രമാണ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്യാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഗ്രാമം എവിടെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്യാരിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയായിരുന്നു പുറത്തിറങ്ങാനായിട്ട്. കാറിൽ പോകുന്ന രാജോയെയും ബാബുവിനെയാണ് കാണിക്കുന്നത്. അവര് മഴയത്ത് പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സുമനും സാഹിലും ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടി കൈ കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടെ സീൻ കട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത്. ബാബു നന്നായി തന്നെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. വണ്ടി മറിഞ്ഞ് ഒരു കാടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാടിനുള്ളിൽ നിന്ന് തന്നെയാണ് ജെപി ആ ഒരു കാറ് കണ്ടെത്തിയതും. ഇപ്പോ രാജുവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് വീണ് കിടക്കാണ്. അവൻ നേരെ ബാബുവിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബോധം വന്ന ബാബുവിനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ
കൊണ്ടുവരാന്ന് പറഞ്ഞ് ജയിലിലേക്കായിരിക്കും ഇപ്പൊ പോവാൻ പോകുന്നത്. എന്നോട് ആരെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞേന്ന് രാജുവിനോട് ബാബു ചോദിക്കാണ്. എന്നാ അവൻക്ക് ഇതല്ലാതെ വേറെ ഒരു വഴി അറിയില്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ബാബുവിനോട് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാർ ആക്സിഡന്റ് ആണെന്നാണ് പറയുന്നത്. എന്നാ രാജു ആദ്യം പറഞ്ഞിരുന്നത് രണ്ടുപേരും തമ്മിൽ തല്ലു പിടിച്ചെന്നാണ്. ഡോക്ടർക്കും അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. വേഗം ഇവിടെ നിന്ന് മുങ്ങാമെന്ന് കരുതി രണ്ടുപേരും ഇറങ്ങി നടക്കാണ്. ഈ സമയത്താണ് നമുക്ക് കാണിക്കുന്നത് അന്നൊരു ദിവസം അശോകിന് ഫോൺ കോൾ വന്നത് ഓർമ്മയില്ലേ? ഹോസ്പിറ്റലിൽ ഒരു ബോഡി ഉണ്ട്, കുട്ടികളുടേതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചത്. അന്ന് JP അശോകും ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ കടന്നു പോകുന്നത്. അതായത് ഇവര് രണ്ടുപേരും കണക്ട് ആവുന്നുണ്ട്, പക്ഷെ പരസ്പരം ശ്രദ്ധിക്കാതെ വിട്ടതാണ്. ഇപ്പൊ ഇവര് പോകുന്നത് കണ്ട ഒരു പോലീസ് ഓഫീസറും ആക്സിഡന്റ് പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യാതെ പോകാണോ, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവര് ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ്, ഇങ്ങനെ കേസിന്റെ പിന്നാലെ നടക്കാനൊന്നും സമയമില്ല, പ്ലീസ് ഞങ്ങളെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരന് ഇവരുടെ പേരും ഡീറ്റെയിൽസും മാത്രം എഴുതിയെടുക്കാണ്. പക്ഷെ ആ ടൈമിലും അവര് പേര് തെറ്റിച്ചാണ് പറയുന്നത്. പ്യാരിയും കുമാർ എന്നും മോഹൻ കുമാർ എന്നാണ് പറയുന്നത്. പ്യാരി മോഹൻ എന്നായിരുന്നു മറ്റാളുടെ പേര്. അതുപോലെ വീടിന്റെ അഡ്രസ്സും പ്യാരിയുടെ വീടിന്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ശേഷം ഇവർക്ക് കുറച്ച് പേടി ആയതുകൊണ്ട് തന്നെ ബാബു ഇനി സുഖാവുന്നത് വരെ രാജുവിനോട് അവന്റെ ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കാനായി ബാബു ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രല്ല നമ്മുടെ സുമനില്ലേ, മരിച്ച സുമൻ, അവളുടെ ആ ഒരു ജിമിക്ക് കമ്മലില്ലേ, അതും ബാബു രാജുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. രാജുവിന് പോവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബാബു ആണ് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത്. ബാബു ഇപ്പോ ജിമ്മി എന്ന് പറഞ്ഞ അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞ് ഒരു നമ്പറും കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടറായ നാസറിനെ ഇപ്പോ രാജുവിന്റെയും ബാബുവിന്റെയും ആ ഒരു സ്കെച്ച് കിട്ടുന്നുണ്ട്. രാജു നേരെ അവന്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ചേച്ചിയും ആ ഒരു മകളും പിന്നെ ചേച്ചിയുടെ ഭർത്താവുമാണ് അവിടെ താമസിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. രാജു അവിടേക്ക് വന്നതുകൊണ്ട് തന്നെ ചേച്ചിനിട്ട് അവൻ അടിക്കുകയാണ്. എന്നോട് പറയാതെ നിന്റെ അനിയൻ ഇവിടെ കയറ്റി കിടത്താൻ ആരാടി പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് രാജു ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവൻക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. രാജുവിന് ആണത്തില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവനെ പാറ്റ, കോക്രോച്ച് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് നമ്മളെ JP ഈ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കാരണം ആ ഒരു പ്യാരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ വീട് എവിടെയാണെന്നുള്ള കാര്യം. ചേച്ചിയുടെ ഭർത്താവിനോട് എന്നിട്ട് അവനെ കുറിച്ച് ചോദിക്കാണ്. ആ സമയത്ത് ചേച്ചിയുടെ മോളാണ് പറയുന്നത് മാമൻ ഇവിടെ ഇല്ല, ഇന്നലെ രാത്രി തന്നെ ചേച്ചിയുടെ ഭർത്താവിന്റെ സ്കൂട്ടി എടുത്ത് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ മുഖത്ത് അവൻ അടിച്ച പാടുകളെല്ലാം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നെറ്റത്ത് ഒരു പാട് കണ്ടിട്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ ഭർത്താവ് അടിച്ചതായിരുന്നു അത്, എന്നിട്ട് പോലും അവള് കിണറ്റിന്റെ അടുത്ത് വീണതാണെന്ന് പോലീസുകാരനോട് നുണ പറയുന്നുണ്ട്. ചേച്ചി അവിടെ കരയുമ്പോഴും ആ ഒരു ഭർത്താവ് സന്തോഷിക്കുന്ന കണ്ട JPക്കും ഇവര് തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നുള്ളത് മനസ്സിലാവാണ്. ചേച്ചിക്ക് അറിയാനുള്ള കാരണം രാജു ഒരു കൊലപാതകം ചെയ്തു എന്ന് പോലീസുകാര് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഇവരുടെ പിന്നാലെ ഓടി വന്ന ആ ഒരു ഭർത്താവിനെ JP പിടിച്ചിട്ട് ഇനി എങ്ങാനും നിന്റെ ഭാര്യയെയും മകളെയും നീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ വന്ന് ഞാൻ കൊന്നുകളയും എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് 3 ദിവസം മുന്നുള്ളതാണ് കാണിക്കുന്നത്. രാജു ഇപ്പൊ ചേച്ചിയുടെ മകളുമായിട്ട് അവന്റെ കൈ ശരിയാക്കാനെല്ലാം ഒരു വൈദ്യരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ എന്നിട്ട് ഒരു ഹോട്ടലിൽ പോയി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് സുമന്റെ സായനിലെ ഫോട്ടോ അടങ്ങുന്ന ആ ഒരു ന്യൂസ് അവൻ കാണുന്നുണ്ട്. മാത്രല്ല രാജു ബാബു എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഇതിലെ പ്രതികളെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ രാജുക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് ബാബു പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ബാബുവിനെ കിട്ടുന്നുണ്ട്. പക്ഷെ ബാബുവിന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണ് എന്നാണ് അവൻ പറയുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് രാജു പറയുന്നുണ്ടെങ്കിലും ബാബു അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ പോലീസുകാരെല്ലാവരും ഓരോ വഴിക്ക് പോയിട്ട് രാജുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജുവിന്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ആ ഒരു ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ സീൻ കട്ട് ചെയ്ത് 3 ദിവസം മുന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ബോംബെയിലേക്ക് ഇവൻ തിരിച്ചു പോകുന്ന അറിഞ്ഞ ആ ചേച്ചിയുടെ മോള് രാത്രി സമയത്ത് രാജുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. മാമൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ, എനിക്കൊരു നായികയാകണം എന്ന് പറഞ്ഞ് അവൾക്ക് എടുത്ത ഫോട്ടോ എല്ലാം അവനക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവൻക്കപ്പൊ വല്ലാതെ ദേഷ്യം വരാണ്. ദേഷ്യമാണോ എന്തോ വികാരാണോ എന്ന് അറിയില്ല, അവളെ പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട്. ആ സമയത്ത് അവൻ എന്തോ ചെയ്യാനായിട്ട് നോക്കുമ്പോ സുമന്റെ മുഖമാണ് അവന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഒരുപാട് അവൻ അടിക്കുന്നുണ്ട്. സുമന്റെ കാതിലുണ്ടായിരുന്ന ആ ഒരു ജുമിക്ക് കമ്മലി ഈ ഒരു ചേച്ചിയുടെ മകൾക്ക് അവൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നിന്റെ അമ്മടെ പോലെ ഇവിടെ എങ്ങാനും കിടന്ന് ചാവ്, നിനക്കൊക്കെ ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ചോദിച്ച് അവൻ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് മുങ്ങാണ് ചെയ്തത്. ചേച്ചിയുടെ മകള് വല്ലാതെ തന്നെ കരയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോലീസിന് ചേച്ചിയുടെ ഭർത്താവിന്റെ ആ ഒരു സ്കൂട്ടി തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ രാജോയെ എവിടെ തപ്പിയിട്ടും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. SPക്ക് ഇപ്പൊ വല്ലാതെ പ്രഷർ ഉണ്ടായിരുന്നു. ഹോം മിനിസ്റ്റർ അവനെ ഡയറക്റ്റ് വിളിപ്പിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരുടെ മക്കളെ ഒന്നും ഈ ഒരു കേസ് ഏൽപ്പിക്കാൻ പാടില്ലെന്നും അത് വേഗം തന്നെ ചൗഹാൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർക്ക് കൈമാറാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ സുമനും സാഹിലും ആ ഒരു മർഡർ നടന്ന ദിവസം ധരിച്ചിരുന്ന സാധനങ്ങളും അവരുടെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം അശോകിന് പോലീസുകാരൻ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. JPയും SPയെ കാണാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് വരുമ്പോ മീറ്റിംഗ്
മീറ്റിംഗിലാണെന്ന് പറയാണ്. ജെപിയുടെ ഡ്രസ്സിൽ ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അത് അവൻ മറച്ചു പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെപി ഈ ഒരു അന്വേഷണത്തിൽ ആകെ മുഴുകി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ സൂചന. ആ സമയത്ത് പുതിയ ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നുണ്ട്. നാളെ മുതൽ ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്ന ഈ ഒരു ഇൻസ്പെക്ടർ ആണ്. ഉറപ്പായും നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങളുടെ കേസ് ഫയൽസ് ഒക്കെ ഞാൻ കണ്ടു, ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഇൻസ്പെക്ടർ നമ്മളുടെ ജെപിനെ അഭിനന്ദിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് കേസ് പോയിന്ന് അവനക്ക് മനസ്സിലാവാണ്. അവൻ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാസർ ഇപ്പോൾ ജെപിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് വേണ്ടി ചിക്കൻ കറിയും അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുക്കാറ്. ഇപ്പൊ ആദ്യമായിട്ടാണ് അച്ഛന് വേണ്ടി ഒരാൾ ഫുഡ് വെച്ച് തന്നത്. അത് മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു ഫയലും ഉണ്ടായിരുന്നു. അത് ജെപിക്ക് കൊടുക്കാനുള്ളതാണ്. ജെപി അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ജെപി വിചാരിക്കുന്നത് എന്തെങ്കിലും ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നാസർ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ്. അവൻ ദേഷ്യത്തോടുകൂടി എന്തോ ഒക്കെയോ നാസറിനോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതിനു വേണ്ടി വന്നതായിരുന്നില്ല. ജെപിക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈ രാജു ബാബു എന്ന് പറഞ്ഞ രണ്ടുപേര് ഒരു ജോണി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അടങ്ങിയ ഫയല് ജെപിക്ക് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകുന്നുണ്ട്. അവള് ശരിക്കും ജെപിയുടെ കാമുകിയായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത്, അല്ലാതെ ഒരു റിപ്പോർട്ടർ ആയിട്ടായിരുന്നില്ല. ജെപി പക്ഷെ ഇതൊന്നും വല്ലാതെ ശ്രദ്ധിക്കാതെ കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അച്ഛനും അവന് സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്ന് ഈ ഒരു ഇൻഫർമേഷൻ തന്നെ, അതായത് ബോംബെയിൽ ഇങ്ങനെ ഒരു കുട്ടിയെ മർഡർ ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ബോംബെയിലേക്ക് ഇപ്പൊ അവര് പോയി അന്വേഷിക്കണം ഇനി ഇതിനെ പറ്റി. പക്ഷെ നാളെ മുതൽ ഇവന്റെ പേരിലല്ല ഒരു കേസ് ഉള്ളത്. ബോംബെയിലുള്ള ഗുപ്ത എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ ഇതിനെ പറ്റി സംസാരിക്കാനായി ജെപിയെ വിളിക്കുന്നുണ്ട്. ജെപി വേഗം തന്നെ ബോംബെയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ എസ്പിയുടെ ആ ഒരു ഓർഡർ അവനക്ക് കിട്ടില്ല. അതുകൊണ്ട് പോലീസ് ചെലവിലല്ലാതെ അവൻ അവന്റെ സ്വന്തം ചെലവില് ബോംബെയിലേക്ക് പോകുന്നുണ്ട്. മഴ പെയ്യുന്ന ആ ഒരു ദിവസം സുമന്റെയും സാഹിലിന്റെയും റൂമില് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ട അശോക് ടേബിളെല്ലാം മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മോനെയും വരുന്നുണ്ട്. അവൾ അങ്ങനെ സാഹിലിന്റെയും സുമന്റെയും ആ ഒരു വസ്തുക്കൾ അടങ്ങിയ ബോക്സ് കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് അവൾക്ക് ശരിക്കും തന്റെ മക്കള് മരിച്ച കാര്യം മൈൻഡിലേക്ക് വരുന്നത്. അവള് പൊട്ടി പൊട്ടി കരയാനായിട്ട് തുടങ്ങാണ്. അശോക് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മക്കള് മരിച്ചേ പിന്നെ ഇവള് ആദ്യമായിട്ടാണ് ഇപ്പൊ കരയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് പാർട്ടോടുകൂടി ഇതിന്റെ ഫുൾ എപ്പിസോഡ്സ് കഴിയൂട്ടോ. താങ്ക്